അച്ഛന്റെ പ്രാർത്ഥനയോടെ യാത്ര ആരംഭിച്ചു. ക്ഷമതോടെ ശാന്തിയെ ആശ്രമത്തിൽ വന്നു ചേരുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കിയത് നന്ദിയോടെ സ്തുതിക്കുന്നു. വഴിയാത്രയിൽ വ്യാപരിച്ചതായ ദൈവകൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങൾ യാത്ര ചെയ്തതായ വാഹനങ്ങളെ അവിടെ നിന്ന് നിയന്ത്രിച്ചു. ദൈവികമായ കൃപയും ദൈവിക സാന്നിധ്യവും അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവം അവിടെ നിന്നാകിയാൽ നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളിന്നും നാളെയും മറ്റന്നാളും ഞങ്ങളുടെ ഇടവമുഷിൻ്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പായി ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുമ്പോൾ
ദൈവ വചനം പഠിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, പ്രാർത്ഥനയിൽ സമയം ചെലവിടുവാൻ, ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധം വർദ്ധിപ്പിക്കുവാൻ, ഒരുമിച്ചുള്ളതായ സന്തോഷ കൂട്ടായ്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സ്വർഗീയമായ അനുഗ്രഹങ്ങളും സ്വർഗീയമായ കൃപകളും ഞങ്ങൾക്ക് വർഷിപ്പിക്കണമേ. തിരുസാന്നിധ്യം ഞങ്ങളുടെ മേലോടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനകൾ നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ബന്ധങ്ങളിൽ ഒരു ഇഴയാകുവാൻ ആഴങ്ങളറിയുന്ന അളവാകുവാൻ. ബന്ധങ്ങളിൽ ഒരു ഇഴയാകുവാൻ ആഴങ്ങളറിയുന്ന അളവാകുവാൻ. അകതാരിലുയിരേകും സ്വരമാകുവാൻ. സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. അകതാരിലുയിരേകും സ്വരമാകുവാൻ. സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. കർമ്മങ്ങളിൽ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നമ്മുടെ ഇടവക മിഷൻ സെക്രട്ടറി ജോൺ ഗവർഗീസ് അംഗീകരിച്ചു. ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ട്രിവാൻഡ്രത്തു നിന്ന് ആലുവയുടെ പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിച്ചു. യാത്രയിലൊക്കെ ദൈവം തമ്പുരാൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരുന്നു. അല്പം ഒരു താമസം ഉണ്ടെങ്കിലും ഇവിടെ ചേരുവാനായിട്ട് സാധിച്ചു. ഇടമിഷൻ ക്യാമ്പ് ക്രമീകരിക്കുന്ന ഈ വർഷത്തേക്ക് വയനാട് പോയി, മൂന്നാർ പോയി, ചിന്തകൾ മാറി, പിന്നെ ഇങ്ങോട്ട് വന്ന് ആലുവയിലെ ഈ തീരത്ത് വരുവാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. നമ്മുടെ തീം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ തീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഇടവ മിഷൻ എബനേസർ മാർത്തോമ പെരുക്കട ചർച്ചിൻ്റെ ഇടവ മിഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന നമ്മുടെ വികാരിയുമായിരിക്കുന്ന റവറൻഡ് ബിനോയ് ജെ തോമസ് അച്ഛൻ ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ, നമ്മുടെ ഈ ക്യാമ്പിൽ അധ്യക്ഷത വഹിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനം തന്ന ഓരോ കാര്യങ്ങളിലും വളരെ
പ്രഗത്ഭമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇടവ മിഷൻ ഇത്രയും പ്രവർത്തിപ്പാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായ രീതിയിൽ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ സമയാസമയങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരുന്നു. അച്ഛനെയും കൊച്ചമ്മയും കുടുംബമായിട്ട് അവരെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരെയും ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമുക്കിന്ന് ലീഡറായിട്ട് കടന്നു വന്നിരിക്കുന്ന കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത് കടന്നു വന്നിരിക്കുന്നതായ ജിബി തോമസ് കുരുള്ള. അദ്ദേഹം ഒരു കൗൺസിലിംഗ് പ്രവർത്തനത്തിൽ പ്രാമുഖ്യം നേടിയിരിക്കുന്ന ആളാകുന്നു. തുരുത്തിക്കാട് സ്വദേശി, കുടുംബമായിട്ട് താമസിക്കുന്നു, ഒരു മകൻ. അവർ ബോംബെയിലൊക്കെ ഉള്ള പരിചയം വെച്ചിട്ടാണ്, അച്ഛനുമായിട്ടൊക്കെ ഉള്ള പരിചയം, കല്യാണ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുള്ള ദാസൻ. നമുക്കിന്ന് ഈ പ്രാവശ്യത്തെ ലീഡിങ്ങിനായിട്ട് കടന്നു വന്നിരിക്കാവുന്നല്ലോ. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിൻ്റെ മുഖ്യ പ്രഭാഷകനായി നമ്മോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജിബി സാറ്, പേരക്കട എബനേസർ മാർത്തോമ ഇടവക മിഷൻ്റെ ചുമതലക്കാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക മിഷൻ അംഗങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുക. വളരെ അനുഗ്രഹത്തോടെ ഒരു ക്യാമ്പ് സെൻറ്റർ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം മുഖാന്തരത്തെ ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളെ കരയറ്റാം. സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ ഇടവക മിഷൻ്റെ ആഭിമുഖ്യത്തിലുള്ളതായ ക്യാമ്പ് 3-ാം പ്രാവശ്യമാണ് നമ്മൾ ഇപ്രകാരം ഒരുമിച്ച് കൂടുന്നത്. ഈ വർഷത്തേത് 2ാമത്തേത് വേണമെങ്കിൽ പറയാമല്ലേ. ഫെബ്രുവരി മാസം 1, 2 തീയതികളിൽ 1, 2, 3 തീയതികളിൽ നമ്മൾ നിലയ്ക്കൽ മർദ്ദമ റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പ് ക്രമീകരിച്ചു. ഇത് അനധികൃതമായ രീതിയിൽ നമുക്ക് എല്ലാ വർഷവും ക്യാമ്പിൻ്റെ നമ്പറുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു സന്തോഷപ്രദമായ അനുഭവമാണ്. അത്തരത്തിൽ സജീവമായ പങ്കാളിത്തം നിർവഹിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇടവക മിഷൻ്റെ ചുമതലക്കാർ വളരെ അനുഗ്രഹീതമായ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു വരുന്നു. ഇടവക മിഷൻ സെക്രട്ടറി, ട്രഷറർ, അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്യാമ്പിൻ്റെ കൺവീനേഴ്സായി ഇവിടെ ഉമ്മൻചെറിയാൻ സാറും NM ഫിലിപ്പങ്ങളുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കേറെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ ഫേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വർഷത്തെ തീം സെലക്ട് ചെയ്യുവാനായിട്ട് ഇടയായത്. അതിന് സഹായകരമായ വിധത്തിലാണ് നമ്മളൊരു പാട്ട് ആദ്യം പഠിച്ചത്. ഉന്നതൻ എന്നെ ഉരുവാക്കിയതല്ലേ. ഇപ്പോൾ നമ്മെ ദൈവം വിളിച്ച് ലോകത്തിലാക്കിയിരിക്കുന്നത് ഭൂമിക്കുപ്പായ ലോകത്തിന് പ്രകാശം പകരുന്നതായ ജീവിതാനുഭവത്തിലൂടെ പ്രവർത്തിക്കുവാനാണെന്നുള്ളതായ ചിന്തയോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവക മിഷനെ കുറിച്ച് പറയുമ്പോൾ ഓരോ മർദ്ദമക്കാരനും ഓരോ സുവിശേഷകനാണ്. അപ്പോൾ ആ സുവിശേഷ തീഷ്ണതയോടെ, സുവിശേഷ താല്പര്യത്തോടെ നമുക്ക് പ്രവർത്തിക്കുന്നതായ ജീവിതാനുഭവങ്ങളിലൊക്കെ ഫലകരമായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു സെഷൻ ലീഡ് ചെയ്തത് പ്രിയപ്പെട്ട ജിബി സാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാഗൽഭ്യമുള്ളതായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഈ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത്. 3 സെഷൻ സാറ് ലീഡ് ചെയ്യുന്നു. അതിനോട് ചേർന്നുള്ളതായ ഡിസ്കഷൻ, അതുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളൊക്കെ സാറ് പങ്കുവയ്ക്കും. പ്രിയപ്പെട്ട ജിബി സാറിന് ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രാക്ഷീണമൊന്നും കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യാത്രാക്ഷീണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ലഞ്ചിന് ശേഷം വിശ്രമമുണ്ട്. വിശ്രമത്തിന് ശേഷം മാത്രമേ നമ്മുടെ അടുത്ത സെഷൻസ് ആരംഭിക്കാനുള്ളതായ ക്രമീകരണമുള്ളൂ എന്നുള്ളതും ഓർപ്പിക്കുന്നു. ഇപ്പോൾ തീമിനെ പറ്റി 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ജിബി സാറ് നമ്മോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിച്ച് ലഞ്ചിന് പിരിയുന്നതാണ്. അതിനുശേഷമുള്ള സെഷൻ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നതുമായിരിക്കും. ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു.
യാത്ര ചെയ്ത് വന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ലഞ്ചിന് വേണ്ടി പോകാമല്ലോ. ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സെഷൻസിൽ പറയാം. തീമിനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പാക്ട് എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ മനസ്സിൽ വന്ന ചിന്തകൾ എന്തായിരുന്നു? ശ്രദ്ധിച്ചായിരുന്നു? ഇപ്പോഴാ കേട്ടപ്പോൾ ഇമ്പാക്ട് എന്ന് കേട്ടപ്പോൾ, ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും മനസ്സിൽ വന്ന ചിന്ത എന്തായിരുന്നു? പറഞ്ഞോട്ടെ. വാട്ട് ഇഫക്റ്റ് എന്നുള്ളത് വാട്ട് ഇസ് ദ ഇഫക്റ്റ് ആഫ്റ്റർവേർഡ്സ്? എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞുണ്ടാകുന്ന എഫക്റ്റ് എന്താണ്? യെസ്, താങ്ക് യു ആന്റി. ആന്റിയുടെ പേര് റേച്ചൽ. വേറെ ആരെങ്കിലും ഇമ്പാക്ട് എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ അല്ലെ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഇതൊരു കോൺഫറൻസ് അല്ലേ, കൺവെൻഷൻ പ്രസംഗം അല്ലല്ലോ. നമ്മൾ ഒരുമിച്ച് തീമും വിഷയമൊക്കെ നമുക്ക് ഒരുമിച്ച് ബിൽഡ് ചെയ്തെടുക്കാം. ഇമ്പാക്ട്, സ്വാധീനം ഇല്ലേ? സ്വാധീനം. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വാധീനിക്കാൻ പറ്റും. നമ്മൾ ആരായിരുന്നാലും എവിടായിരുന്നാലും നമുക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു എഫക്റ്റ് ഉണ്ട്. ഞാൻ 2 ആൻസറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും, ഹൗ വി ചൂസ് ടു ലിവ്. ഈ കോൺഫറൻസ് കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങി പോകുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ജീവിതത്തിന് ഒരു ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പഠിച്ചു. എറണാകുളം സൈഡിൽ നിന്ന് വരുന്നതാണ്. ഒരു കുലീനമായ ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കുലീനം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു ബാക്ക്ഗ്രൗണ്ട് എന്തുവാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഈ അപ്പൻ ക്ഷത്രിയനും അമ്മ ബ്രാഹ്മണുമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാസ്റ്റാണ് മോൻ. തമ്പികൾ എന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്. അപ്പൊ അവരെ ഒരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് രാജാവും ആകാനൊക്കത്തില്ല, ബ്രാഹ്മണരും ആകാനൊക്കത്തില്ല. കാരണം 2 സൈഡിൽ നിന്നും വരുന്നുണ്ട്. പക്ഷെങ്കിൽ കൊട്ടാരത്തിലും ഇങ്ങനെ ഉയർന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നവരും. അപ്പൊ ഈ സിദ്ധാർത്ഥ് ഒരു ക്രിസ്ത്യൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചോദിച്ചു വന്നത്. ആള് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വളരെ കമ്മിറ്റഡാണ്. അപ്പൊ എങ്ങനെ ഈ ഫെയ്ത്തിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ, ലോറൻസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉമേഷും സുമേഷും എന്ന് പറഞ്ഞ 2 പേര് ശ്രീലങ്കയിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഡെയിലി ചാപ്പലിൽ പോകുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൽ അവർ 3 പേരും ഫ്രണ്ട്സായി. 3 പേര് ഫ്രണ്ട്സ് ആകുന്ന ഒരു രീതി ഉണ്ടല്ലോ, 3 മസ്കറ്റിയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. ഇവർ 3 പേരുമായിരുന്നു ഭയങ്കര ഫ്രണ്ട്സ്. അപ്പൊ ഉമേഷും സുമേഷും ഇരട്ടകളാണ്. അവർ ചാപ്പലിൽ പോകുന്നുണ്ട്. കൂടെ ചാപ്പലിൽ പോയി. അങ്ങനെ ചാപ്പലിൽ പോയി സിദ്ധാർത്ഥ ആരായി മാറി? ദൈവപൈതലായിട്ട് മാറി. വീട്ടുകാരൊക്കെ ഡിസോൺ ചെയ്തു. ഈ പിണ്ടം വെച്ച് ആ രീതിയിലെല്ലാം വീട്ടുകാരെല്ലാം പുള്ളിയെ ഡിസോൺ ചെയ്തു. ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ആരാന്ന് ഇന്നും അറിയത്തില്ല. പക്ഷെ അപ്പച്ചൻ പാടിയ പാട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഉള്ളിൽ ഇങ്ങനെ, അപ്പച്ചൻ ഒരു രോഗം വന്ന് അവിടെ അഡ്മിറ്റാണ്. അപ്പച്ചന്റെ വിശ്വാസം വെച്ച് പാട്ടുകൾ പാടി. ഇയാളെ മതം മാറ്റാൻ വേണ്ടി പാടിയതാണോ? അപ്പച്ചന്റെ വിശ്വാസത്തിൽ അപ്പച്ചൻ പാടിയതാണ്. ആരെയും സ്വാധീനിക്കാൻ വേണ്ടി പാടിയൊന്നും ആയിരിക്കാം നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മതിയായിരുന്നു ഈ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാള് വിശ്വാസത്തിലേക്ക് വരാൻ. ഇനി 3 സ്റ്റോറീസ് പറയാനുള്ള കാരണം, വി ഡോണ്ട് നോ നമ്മളുടെ ചില ശീലങ്ങൾ, നമ്മളുടെ പ്രാർത്ഥനാശീലങ്ങൾ, പള്ളിയിൽ പോകുന്ന ശീലം, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ശീലങ്ങൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നത്, ഇത് നമ്മൾ ആൾക്കാരെ കാണാൻ വേണ്ടി ചെയ്യണമെന്നല്ല, കാണാൻ വേണ്ടിയല്ല. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ടേക്ക് ആൻഡ് യൂസ് വി ഡോണ്ട് നോ. ഇല്ല, ദൈവം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? വെട്ടിക്കളയും. ഫലം കായ്ക്കുന്നതിനെയോ ശക്തി വെടിപ്പാം. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാണെങ്കിൽ തന്നെ ഇപ്പോഴും ഒരുപോലെ ആവണമെന്നല്ല. ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മളെ ചെത്തി വെടിപ്പാക്കും. ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ ഒരു ശൂന്യതയുടെ അനുഭവമായിരിക്കാം. അറിയത്തില്ല, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ശൂന്യതയുടെ അനുഭവം ഫീൽ ചെയ്യുന്നുണ്ടോ? നമുക്കറിയത്തില്ല. എങ്കിൽ മിനിസ്ട്രിയിലും നമ്മുടെ ലൈഫിന്റെ പർപ്പസിൽ ഇനി എന്തുകൊണ്ട്, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഒരു പക്ഷെ ആ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അനുഭവമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഗോഡ് ക്യാൻ ഗിവ് us a season of fruitfulness. ഞാൻ വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടിരുന്ന അച്ഛൻ മാരവൺ കൺവെൻഷനിലെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ ഭാഗം പലപ്പോഴും ആരോടും പറയാതിരിക്കുന്ന ഒരു കാര്യം. 2019 തുടക്കത്തിൽ ഞാൻ ലൈഫ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ആർക്കും എന്നെ പ്രത്യേകിച്ച് മിനിസ്ട്രിക്ക് വിളിക്കേണ്ട, ആരും എന്നെ അറിയുന്നില്ല. എൻ്റെ ലൈഫ് മിഷൻ വർക്കിലായിരുന്നു. അത്
മിഷൻ വർക്ക് കുറെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അല്ലാതെ ആരും എന്നെ അറിയുന്നില്ല, ആർക്കും എന്നെ ഉണ്ടല്ലോ, ഒരു പരിചയമില്ല, ഒരു കണക്ഷൻ ഇല്ല. അപ്പം ഈ മിനിസ്ട്രി മുന്നോട്ട് ചെയ്യണമെന്ന് തന്നെ ഞാൻ ചിന്തിച്ച് വേറെ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി ഒന്നേന്ന് ജീവിതം തുടങ്ങാമെന്ന് ചിന്തിക്കുന്ന ഒരു സമയം 2018-19 ഒക്കെ വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടിരുന്ന ഒരു കാലം. ഞാൻ ഡാഡിയുടെ കൂടെ മാരാവൺ കൺവെൻഷനിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞു, ഡാഡി 2019 മാരാവണില്ല, ഫെബ്രുവരിയിൽ ഡാഡിയുടെ കൂടെ ചെന്നു. ഡാഡി ഇന്ന് ഡയാലിസിസ് പേഷ്യൻ്റ്, അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ സമയത്തൊക്കെ പോകുന്നത്. ഇപ്പം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും. ഡാഡി പള്ളിയിൽ ഇപ്പം ദൈവം സഹായിച്ച് റെഗുലറായിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ഞങ്ങൾ അപ്പനും മോനും ഞങ്ങളിങ്ങനെ മാരാവണിൽ പോയി മണപ്പുറത്തുനിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഇവിടെ ഇരിക്കുന്ന ഒരു അച്ഛന്മാർക്കും എന്നെ അറിയത്തില്ലല്ലോ. ഞാൻ എൻ്റെ പള്ളിയിലിരുന്ന 2-3 അച്ഛന്മാർക്ക് എന്നെ അറിയാവുന്നല്ലാതെ ആർക്കും എന്നെ അറിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടിരുന്ന ഒരു സമയം. ആ മെയ് മാസത്തിലാണ് ബോംബെയിലെ ഒരു പ്രോഗ്രാമിൽ ചെല്ലാനും, ഒരു രീതി പറഞ്ഞ തോമസ് മാത്യു അച്ഛനാണ് ആ പേര് കൊടുത്തത്, ഇവിടുത്തെ അച്ഛനാണെന്ന് പേര് കൊടുത്തത്. വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടിരുന്നപ്പോൾ ഒരു പ്രോഗ്രാം കിട്ടി. ബോംബെയിൽ ചെന്നു. തിയോഡോഷ്യസ് തിരുമേനി അന്ന് ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. എന്തോ തിരുമേനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ച് ബോംബെയിൽ സീരീസ് ഓഫ് പ്രോഗ്രാം എനിക്ക് തിരുമേനി ചാർട്ട് ചെയ്തു. 0 ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഏത് വർഷം പറഞ്ഞു എനിക്കിവിടെ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു, അതിന്റെ അടുത്ത വർഷം അവിടെ മാരാവണിലെ ക്ലാസ് എടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മധ്യാഹ്നത്തിൽ കർത്താവേ ഇവിടെ ഒരുമിച്ച് ഞങ്ങൾക്ക് കൂടുവാൻ അവിടുന്ന് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പ്രഭാതത്തിൽ പേരുക്കടയിൽ നിന്നും തിരിച്ചു. കർത്താവേ, എല്ലാവരും സുരക്ഷിതരായിട്ട് ഇവിടെ 12 മണിക്ക് എത്തുവാൻ ദൈവം കൃപ ചെയ്തു. യാത്രയിൽ നടത്തിയ വിധങ്ങൾക്കായിട്ട് പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഈ 3 ദിവസം ഞങ്ങൾ നിന്നോട് ചേർന്ന് ഈ സ്ഥലത്ത് ചിലവഴിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നീ ഞങ്ങളുടെ നായകനും ഞങ്ങളുടെ ആലോചനക്കാരനുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ കൂടെ എന്ത് ഇമ്പാക്റ്റ് മറ്റുള്ളവരിലേക്ക് ഞങ്ങൾക്ക് ചെലുത്തുവാൻ സാധിക്കും, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി അതിന് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഞങ്ങളിൽ വേണ്ട കർത്താവെ പരിവർത്തനങ്ങൾ വരുത്തുവാനുള്ള കൃപ തരണമേ. ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ കർത്താവെ നിന്റെ സന്നിധിയിലിരിക്കാനുള്ള കൃപ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ ഭക്ഷണത്തിനായിട്ട് പിരിയുന്നു. കർത്താവെ, ഇനി ഞങ്ങൾ കൂടുമ്പോൾ കൂടുതൽ കർത്താവെ സമർപ്പണത്തോടും കർത്താവെ താല്പര്യത്തോടും കൂടെ ഞങ്ങളുടെ സെഷനുകളിലൊക്കെ പങ്കെടുക്കുവാനുള്ള വലിയ കൃപ നിങ്ങളെ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം എപ്പോഴും തിന്മേനിച്ചിരിക്കണമേ. രക്ഷകന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. പിതാവ് പുത്രനും പരിശുദ്ധാർഹായുമാകുന്ന ഏകദൈവത്തിന്റെ കൃപയും വാഴുകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും, നമ്മുടെ ക്യാമ്പിന്റെ എല്ലാ സെഷനുകളുടെ മേലും, നേതൃത്വം നൽകുന്നവരുടെ പേരും പങ്കെടുക്കുന്നവരുടെ പേരും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നാവിത് പോരാ, നാടിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാടിത് പോരാ, ആയുസ്സും ഇത് പോരാ. കാരിരുമാണികൾ തലയപ്പെട്ടത് എന്പേർക്കായല്ലോ. കാരിരുമാണികൾ തലയപ്പെട്ടത് എന്പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം
നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. മുൾമുടി ചൂടി തോന്നപ്പെട്ടത് എൻ പേർക്കാണല്ലോ. മുൾമുടി ചൂടി തോന്നപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാളിത് പോരാ, നാളിത് സംബന്ധിക്കുന്നു. ഇവിടെ അച്ഛനാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഡയറക്ടറായിട്ട് ഇപ്പോൾ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിൽ വിവിധ ഭദ്രാസനങ്ങളിലും വിവിധ ഇടവകളിലും അനുഗ്രഹീതമായ ശുശ്രൂഷ അച്ഛനിലൂടെ ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് സഖറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സെക്രട്ടറിയായും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറിയായും ദീർഘവർഷങ്ങൾ 7 വർഷങ്ങളിലധികം അച്ഛന് ശുശ്രൂഷ ചെയ്യുവാൻ തക്കോളം ദൈവം അവസരം നൽകി. തിരുമേനിയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു ശാന്തിഗിരി ആശ്രമം. നിങ്ങൾക്ക് ഏവർക്കും ആശ്രമത്തെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ദൈവനിയോഗപ്രകാരം പ്രിയപ്പെട്ട അച്ഛനാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അവസരം നൽകിയതും സഭ നിയോഗിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ബിനോയ് ജെ തോമസ് അച്ഛൻ, കൊച്ചമ്മ, ജിബി തോമസ്, പിരൂർക്കട മാർത്തോമ ഇടവയിൽ നിന്ന് കൂടി വന്നിട്ടുള്ള ദൈവജനമേ, എല്ലാവർക്കും ശാന്തിഗിരി ആശ്രമത്തിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് തന്നെ ഞങ്ങളുടെ വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹത്തോടെയാണ് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയും ഈ ഒരു പുതിയൊരു സ്ഥലം, ഒരു പക്ഷേ ആദ്യമായിട്ട് വരുന്ന പലരും കാണുമായിരിക്കും. പുതിയൊരു സ്ഥലത്ത് വന്ന് ഈ ഒരു റിട്രീറ്റ് നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകണം. ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി ഈ 3 ദിവസങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബിനോയ് അച്ഛനും കുടുംബവും ഞങ്ങൾക്ക് ഒരുമിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ബോംബെയിലൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച നാൾ മുതൽ ഉള്ള വലിയൊരു സ്നേഹബന്ധമാണ്. അച്ഛൻ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സമയത്ത് ഇവിടെ ആയിരിക്കാനൊക്കെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ജിബിയും ഞാനും ഒക്കെ ഒരുമിച്ച് MCCയിൽ പഠിച്ചതാണ്. അന്ന് മുതലുള്ള ഒരു സ്നേഹബന്ധമാണ്. ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ കണ്ടുമുട്ടുവാൻ ഒരുപക്ഷെ ഈ നാളുകളിൽ ജിബിയുടെയും വചന ശുശ്രൂഷയൊക്കെ എനിക്കും ഒന്ന് കേൾക്കുവാൻ അവസരം ലഭിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ സഖറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി 1992 ഈ ഇടത്തല പ്രദേശത്തെ ഈ 10 ഏക്കർ പ്രോപ്പർട്ടി ശാന്തിഗിരി ട്രസ്റ്റിന് വേണ്ടി സ്വരൂപിക്കുന്നത്. ശാന്തിഗിരി ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളായിട്ടാണ് ശാന്തിഗിരി ആശ്രമവും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ കാലയളവിൽ നടന്ന് വരുന്നത്. അഭിവന്യ തിരുമേനിയുടെ വലിയൊരു സ്വപ്നവും വലിയൊരു ദർശനമായിരുന്നു എല്ലാവർക്കും കൂടി വരുവാനും ചർച്ചകൾ നടത്തുവാൻ, കൂട്ടായ്മകൾ ആചരിക്കുവാൻ, പഠിക്കുവാൻ, ഇങ്ങനെയുള്ള കോൺഫറൻസും റിട്രീറ്റ്സും ഒക്കെ നടത്തി അത് സമൂഹത്തിന്റെ നന്മയ്ക്കും കൂടി വരുന്നവരുടെയും നന്മയ്ക്കും മുഖാന്തരമായി തീരണം എന്ന ആഗ്രഹത്തോടെയാണ്, വലിയ ദർശനത്തോടെയാണ് ഒരു ഹോളിസ്റ്റിക് മെഡിറ്റേഷൻ സെന്റർ എന്ന തീം നൽകിയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. ഇവിടെ അഭിവന്യ തിരുമേനി ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച് തിരുമേനിയുടെ തന്നെ കൈമുത്തും തിരുമേനിക്ക് ലഭിച്ച ഡൊണേഷൻസും തിരുമേനിയുടെ ഫ്രണ്ട്സിന്റെ സ്പോൺസർഷിപ്പും ലഭിച്ചാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും പൂർത്തീകരിച്ചത്. തിരുമേനി കാലം ചെയ്തതിന് ശേഷം ഒരു കെട്ടിടം, ഞങ്ങളിപ്പോൾ വന്ന്
ഞാൻ പുതിയൊരു പാസ്നേജ് ഇവിടെ കഴിഞ്ഞ വർഷം പണിതു. അതേ ഉള്ളൂ തിരുമേനിയുടെ കാലശേഷം ഉണ്ടായത്. അതിന് മുമ്പ് ഉണ്ടായതാണ് മറ്റെല്ലാ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളും. ചാപ്പലാണ് ഈ പ്രോപ്പർട്ടിയുടെ സെൻട്രലിലുള്ള ഒരു ഇത് ധ്യാനത്തിന് വേണ്ടി ഈ സ്പേസിനെ ധ്യാനാലയം തന്നെയാണ് ഇതിന് നാമം നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ മുകളിൽ ഒരു 120 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ചാപ്പലുണ്ട്. നിങ്ങളുടെ കുർബാന ശുശ്രൂഷ അവിടെ ആയിരിക്കും നടത്തപ്പെടുന്നത്. നമുക്ക് ഇവിടെയുള്ള ഈ പ്രോപ്പർട്ടിയിൽ 230 പേർക്ക് ഒരേ സമയത്ത് താമസിച്ച് ഇവിടുത്തെ പ്രോഗ്രാംസിൽ പങ്കെടുക്കുവാൻ സാധിക്കും. വൺ ഡേ പ്രോഗ്രാംസ് ആണെങ്കിൽ 350-400 പേർ വരെ ഇവിടെ കൂടിയിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന അർച്ചന എന്ന ബിൽഡിങ്ങിന്റെ മേളത്തെ ഓഡിറ്റോറിയത്തിൽ ഏകദേശം 350-400 പേർക്ക് ഇരിക്കാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം അവിടെ നമുക്ക് വൺ ഡേ പ്രോഗ്രാംസ് ആയിട്ട് അങ്ങനെ നടത്തുവാൻ സാധിക്കും. എന്നാൽ താമസിച്ച് നടത്തുന്ന പ്രോഗ്രാംസിൽ താമസിക്കുവാനുള്ള സൗകര്യം 230 നമുക്ക് ഇപ്പോൾ ഉള്ളത്. അത് ഡോർമെട്രി 38 റൂംസ് ഇത്രയും കൊണ്ടാണ് നമുക്കിതെല്ലാം സാധ്യമായി തീരുന്നത്. അപ്പോൾ ദ മെയിൻ ഫോക്കസ് ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് ടു ഹോസ്റ്റ് ഡിഫറെന്റ് പ്രോഗ്രാംസ്. ഇവിടെ ചർച്ചസ്, ഡയസസ്, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പലതും, ഗവൺമെന്റ് ഏജൻസീസ്, ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ്, കുടുംബശ്രീയുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്, പല മതത്തിലുള്ളവരുടെ റിട്രീറ്റ്സ്, ഇതെല്ലാം ഇവിടെ നടത്തപ്പെടുന്നു. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 120 പ്രോഗ്രാംസ് ആണ് ഒരു വർഷത്തിൽ ഇവിടെ നടന്നത്. ഏകദേശം 8,000 മുതൽ 10,000 പേർ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപിലാകുവാൻ തക്കവണ്ണം ദൈവം നൽകുന്നതായ നല്ല സാവകാശനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഒരുമിച്ചുള്ളതായ ചിന്തകൾക്കായി വേർതിരിച്ചിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളാണ്. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മുടെ തീമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ഭാഗവും കൂടെയാണല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴില്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായിട്ടും സാവകാശത്തിനായിട്ടും ഞാൻ നന്ദിയോടെ നിനക്ക് സ്തോത്രം കരയിട്ടുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ളതായ ദൈവവചന പഠനത്തിനായി വേർതിരിച്ചിരിക്കുന്നതായ വേദഭാഗം, അത് എഴുതപ്പെട്ടിരിക്കുന്നതായ അളവിൽ മനസ്സിലാക്കുവാനും ഞങ്ങൾ ജീവിക്കുന്നതായ ജീവിതാനുഭവങ്ങളിൽ അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, തിരുവചനം ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടുന്നതായ അനുഭവമായി അവിടുത്തെ കൃപകൾ അനുഭവിക്കുന്നതായ അവസരമായി തീരുവാൻ തക്കോണം ശക്തീകരിക്കണമേ. തിരുകൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഉണ്ടായി കേൾക്കുമാറാകണമേ. വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളാണ് നമ്മുടെ ഒരുമിച്ചുള്ളതായ പഠനത്തിനായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. വിശുദ്ധമത്തായി സുവിശേഷം 5, 6, 7 അധ്യായം നമുക്ക് വളരെയധികം പരിചിതമായ ഒരു വേദഭാഗവും കൂടെയാണ്. സർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗത്തിന്റെ ഭാഗമായി തിരുവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായ സുവിശേഷ ഭാഗമായിട്ടാണ് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. പർവ്വത പ്രസംഗത്തെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായ ചില സംഗതികൾ. കർത്താവിൻ്റെ സുവിശേഷ യാത്രയിൽ അല്ലെങ്കിൽ പ്രയാണ വഴികളിൽ എന്തെല്ലാമാണ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ചത്, എന്തെല്ലാമാണ് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നത്.
അതിൻ്റെ ഒരു സാരാംശമായിട്ട് നമുക്ക് ഈ 3 അധ്യായങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ അതൊന്നും മതി. എടുക്കാം. Okay, ready?
ഓക്കെ. എവിടെ എടുക്കോ നീ അതിലും ധരിക്കോ. ഫോട്ടോ കിട്ടില്ല എന്ന് പറഞ്ഞു നന്നായിട്ടാണ് നാട് നാട്ടിൽ കൊടുക്ക. ഇതൂടെ പാട്ട് കൗബ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ ഓടുവാനായി ദൂരങ്ങളിലെ ഉടയവനതിനായി ബല
പാകുവാൻ വെളിച്ചമാ പരിശുദ്ധർക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വന്തസ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുവാൻ മനസ്സായ ദൈവമേ, ഞങ്ങളുണ്ടായിരുന്നതിന്റെ സാദൃശ്യം ഞങ്ങൾ വികലമാക്കിയ തെറ്റിനെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ആഴത്തെ രൂപനായ ക്രിസ്തു യേശു ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിച്ചിട്ടും യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ കുറവുകളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. കരുണാനിധി വീണപ്പോഴൊക്കെ ചേർത്ത് പിടിച്ച് യഥാസ്ഥാനപ്പെടുത്തിയതിന്റെ സാന്നിധ്യത്തെ കൃതജ്ഞതയോടെ പുനരാവിഷ്കരിക്കേണ്ട ഞങ്ങൾ സഹജീവികളുടെ വീഴ്ചകളെ ചവിട്ടുപൊടികളാക്കുവാൻ വെമ്പൽ കൊണ്ടതും അതിനായി നേരിന്റെ കണിക പോലും ഇല്ലാത്തവർ ശബ്ദത്തോടെയും അല്ലാതെയും പങ്കുവയ്ക്കുക വഴി കളങ്കിത സത്വങ്ങളിൽ അഭിരമിച്ചു പോയ ഞങ്ങളുടെ തെറ്റിനെ ഞങ്ങൾ അനുദപിക്കുന്നു. ഇന്ന് നമ്മുടെ തീമായിട്ടുള്ള ആ വാക്യം തന്നെ ഒന്ന് എടുക്കാം. മത്തായിയുടെ സുവിശേഷം എഴുതാട്ട് ആരെങ്കിലും ഒന്ന് വായിക്കണം. എൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാനൊന്ന് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ മനുഷ്യരുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വപ്നജ്ഞാനികളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളെ വിളിച്ച അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ തലങ്ങളെ വണക്കാം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ കുഞ്ഞു പിതാവേ, തിരുവനന്തപുരം പേരുക്കുട ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഡോമിഷനായിട്ട് 2024 ക്യാമ്പിലേക്ക് ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളിൽ വ്യാപരിച്ച വൻ കൃപ ഞങ്ങളുടെ യാത്രയിൽ ഇവിടിത്രത്തോളമുള്ള സമയത്തെ ഞങ്ങളുടെ ക്രിയകളിൽ കർത്താവിൻ്റെ കാരുണ്യം കൂടുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഞങ്ങളുള്ളതായ അച്ഛനെയും കുടുംബത്തെയും ഞങ്ങൾ ലീഡറായിട്ടിരിക്കുന്ന ജിവിൻ തോമസ് പ്രിയദാസനെയും കരങ്ങളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാം വിളമ്പി തരുവാൻ തക്കവണ്ണം തമ്പുരാനവരെ പോഷിപ്പിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാകുന്നു. എൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ശൂന്യതയിൽ ഞങ്ങളെ പണിത ദൈവത്തിൻ്റെ സാന്നിധ്യം തുറന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ, കൊച്ചമ്മ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നിങ്ങളോട് കൂടെ ഈ 2 ദിവസം ചെലവിടുവാൻ കഴിയുന്നത് ഒത്തിരി സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാണ്. നിങ്ങളുടെ അടുത്ത് ദൈവവചനവുമായി നിൽക്കുമ്പോൾ ദൈവം എന്നോടും സംസാരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് തോമസ് അച്ഛൻ്റെ കൂടെ ആയിരിക്കുവാൻ കഴിയുന്നതോർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. കോളേജിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചതും ഒരുമിച്ച് പല ശുശ്രൂഷകൾ ചെയ്യാൻ ഇടയായ ഒത്തിരി ഓർമ്മകൾ
പ്രത്യേകിച്ച് എന്നെ ശുശ്രൂഷയിലേക്ക് ഒരുക്കിയ അനുഭവങ്ങളെല്ലാം ആ ദിവസങ്ങളെല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നു. വീണ്ടും ഞാൻ ഒരുമിച്ച് നാളുകൾക്ക് ശേഷം കാണാനിടയായോ. ഈ അവസരത്തിനായിട്ട് നന്ദി അറിയിക്കുന്നു. അച്ഛൻ ബോംബെയിലായിരുന്നപ്പോൾ ആ സമയം മുതൽ തന്നെ കല്യാണ നിലവകയിലും പിന്നെ നമ്മുടെ പേരൂർക്കടയിലെ യൂത്ത് ക്യാമ്പിലൊക്കെ എനിക്ക് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചു. അച്ഛനോടും കൊച്ചമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം അച്ഛൻ എൽഡേഴ്സ് ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അതിന് വിനോദച്ഛനും കൊച്ചമ്മയും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു, എവിടാന്നോ പേരൂർക്കട. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ക്രിയേറ്റീവ് ആണ്, അച്ഛൻ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലേ സംശയമുള്ളൂ എന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ കൊച്ചമ്മ എൻ്റെ പാപ്പൻ്റെ മകളാണ്. അപ്പം അങ്ങനെയാണ് ഈ കാര്യം നടക്കുന്നതിന് മുമ്പ് എന്നെ അറിയാനിടയായി തീർന്നു. അച്ഛൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എനിക്കത് അറിയാനിടയായി. നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയും നമുക്കായിരിക്കാം. നമ്മുടെ തീം എന്ന് പറയുന്ന ഇമ്പാക്ട് എന്നാണ്. ഹൂ വിൽ യു ഇമ്പാക്ട് ആൻഡ് ഹൗ വിൽ യു ഇമ്പാക്ട്. ഹൂ വിൽ യു ഇമ്പാക്ട്, ഹൗ വിൽ യു ഇമ്പാക്ട്. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 3 സെഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊരു വേദഭാഗം ധ്യാനിക്കാം, എന്നിട്ട് ആദ്യത്തെ സെഷനിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ആദ്യത്തെ സെഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വിറ്റ്നസിംഗ് ടു ദ ഡിസ്കണക്ട് ബിറ്റ്വീൻ ജനറേഷൻസ്. തലമുറകളിൽ തമ്മിലുള്ള ആ ഒരു ബന്ധം ശിഥിലമാകുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾക്ക് കോട്ടം സംഭവിക്കുമ്പോൾ സാക്ഷിക്കണം എന്ന ആണ് ഇന്നത്തെ ചിന്താവിഷയം. വിറ്റ്നസിംഗ് ടു ദ ഡിസ്കണക്ട് ബിറ്റ്വീൻ ജനറേഷൻസ്. തലമുറകൾക്കിടയിലും നമ്മളുടെ ഇടയിലും ബന്ധങ്ങളൊക്കെ ശിഥിലമാകും, അല്ലെ? കോട്ടങ്ങൾ സംഭവിക്കുക. ആ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സാക്ഷ്യം വഹിക്കാം? രണ്ടാമത്തെ സെഷന്റെ നാളെ പ്രഭാതത്തിൽ വാക്കിംഗ് വിത്ത് ഗോഡ് ആൻഡ് ലേണിംഗ് ടു ലെറ്റ് ഗോ. ദൈവത്തിന്റെ കൂടെ നടക്കണം, വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം എന്നുള്ളതായിരിക്കും നമ്മൾ നാളെ ചിന്തിക്കുന്നത്. മൂന്നാമത്തെ സെഷനിൽ സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ. സ്വഭാവത്തിന്റെ സമർപ്പണം, സ്വഭാവം എത്രമാത്രം സാക്ഷ്യ നിർവഹണത്തിലും നമ്മളൊരു ഇമ്പാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മാനുഷിക കഴിവിനെക്കാട്ടിലും നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ഒക്കെ നല്ലതായിരിക്കാം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ക്യാരക്ടർ ശരിയല്ലെങ്കിൽ ചെയ്തതിലെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. പറയുന്നത് ശരിയാണോ അല്ലയോ? ശരിയല്ല. എത്ര വലിയ ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ പിന്നെ ആയിരിക്കും അറിയുന്നത് ഇന്ന ആൾക്ക് ഇന്നൊരു സ്വഭാവത്തിന്റെ ഒരു നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടല്ല, പക്ഷെ ഒരു ക്യാരക്ടറിൽ ഒരു കളങ്കമുണ്ടെങ്കിൽ അത് ചെയ്തതിനെല്ലാം ഒരു രീതിയിൽ പറഞ്ഞാൽ അസാധുവാക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകും. സോ ക്യാരക്ടർ ഇസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് ആയിരിക്കും നമ്മൾ അവസാനം ചിന്തിക്കുന്ന കാര്യം. ഈ 3 സെഷനിലും നമ്മൾ ഓരോ ജോഡി ആൾക്കാരെയാണ് നമ്മൾ ഇവ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് പ്രഭാതം മുതൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ യാത്ര തുടങ്ങിയ നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ച സമയം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതുവരെ അനുഗ്രഹപ്രദമായി തീർത്തു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എല്ലാവർക്കും വന്നു തരാനിടയായല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാവിലെ മുതൽ ഈ പ്രോഗ്രാമിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്ന് കേട്ടതായിട്ടുള്ള ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വരും തലമുറയെ നമ്മളൊന്ന് ഓർക്കുവാൻ, അവരെവിടെയാണ്, അവരൊരു മടങ്ങി വരവ് ഇന്നിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കെല്ലാ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ സഭകളെ, നമ്മുടെ ഇടവുകളെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടികളെ ആശീർവദിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയെ മുറ്റുമായി ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. ഈ രാത്രിയിൽ അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഈ നിമിഷം വരെ സൂക്ഷിച്ചല്ലോ, ഈ നിമിഷം വരെ പരിപാലിച്ചല്ലോ, നിന്റെ സാന്നിധ്യം അനുഭവിക്കാനിടയാക്കിയല്ലോ. ഞങ്ങൾക്ക് ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ വിശ്രമിക്കുവാൻ പോകുന്നു. അപ്പൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമേ. രാത്രി സുഖമായ ഉറക്കം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണം. സകല നന്മകളാലും നിറയ്ക്കണം. നാളെ രാവിലെ എഴുന്നേറ്റ് അങ്ങയുടെ സന്നിധിയിൽ വന്നിരിപ്പാൻ കർത്താവെ, ഞങ്ങൾ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ കർത്താവെ, അതിന് നേതൃത്വം വിവിധ സ്ഥാനങ്ങളിലൂടെ വിവിധ തരത്തിൽ നേതൃത്വം കൊടുക്കുവാൻ എല്ലാ മക്കളെയും ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് മുമ്പ് തരണമേ. ഞങ്ങൾക്ക് അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ശക്തിയും മഹത്വവും കനുകളാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപയും വാഴുള്ള അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും പ്രാർത്ഥന എല്ലാ വിഷയങ്ങളുടെ മേലും രാത്രിയിലെ നമ്മുടെ വിശ്രമത്തോടും നാളത്തെ ഒരു കാലത്തിലെ അസ്വസ്ഥത്തോടും ഈ ക്യാമ്പിന്റെ അനുഗ്രഹത്തിനായിട്ടും കോഴനേകം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.